രാവിലെ എൻ്റെ വീട്ടിലുള്ള ഇടവകപ്പള്ളിയിലേക്കാണ് പോണേ. ഭക്ഷണവും കഴിഞ്ഞ് കുറച്ചു നേരം നർമ്മ സല്ലാപങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഞങ്ങൾ പിരിയും. ഇത് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാ. അവിടെ എന്നോട് പറഞ്ഞോണ്ട് വണ്ടിയുടെ പെറോട്ട വാങ്ങണം. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് വണ്ടി കയറ്റാൻ മേല അങ്ങോട്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം. താഴെ എങ്ങനെ എനിക്ക് തന്നതാ, താക്കോലല്ലേ തന്നേക്കണേ. എല്ലാ വർഷവും നെൽകൃഷി കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു സംഗതി നല്ലതാ. അതിന്റെ അകത്തുള്ള പരുവ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ വിജയകരമായിട്ട് ഇവിടെ എത്തി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഉള്ള ഒരു ദിവസമല്ല, മദേഴ്സ് ഡേയുടെ അന്ന് ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പള്ളിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഇവിടെയുള്ള പള്ളിയിലല്ല പോകുന്നത്, ഇന്ന് അമ്മയുടെ വീട്ടിലെ പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക കാരണമൊക്കെ ഉണ്ട് കേട്ടോ. ആ കാരണമൊക്കെ എന്താണെന്ന് വഴിയേ നിങ്ങളുടെ അടുത്ത് അമ്മ തന്നെ പറയും. ഞാനായിട്ട് നേരത്തെ പറഞ്ഞ് അതിൻ്റെ ഹാരമൊന്നും കളയുന്നില്ല. നിങ്ങളെപ്പോഴും പറയുമല്ലോ അമ്മ പറയണ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ പറയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ രാവിലെ ഞങ്ങൾ ചടുപുടു എന്നാണ് ഇറങ്ങുന്നത്. രാവിലെ അങ്ങനെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും പകർത്താൻ പറ്റാറില്ല, കാരണം പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ട് അങ്ങ് ഇറങ്ങുക ചെയ്യണേ. അപ്പോൾ പകർത്താൻ പറ്റുന്നതൊക്കെ ഞാൻ പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പതുക്കെയാണ് കേട്ടോ ഇറങ്ങണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പണികളൊക്കെ നടക്കുന്ന കാരണം അവിടെ ഇവിടെയായിട്ട് കല്ലുകളും മണ്ണുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടോ, നമ്മുടെ ഗേറ്റ് നമ്പർ 2 അവിടെ കല്ലൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കോൺക്രീറ്റിൻ്റെ മുന്നോടിയായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ റൊട്ടീനും വന്നു. പോകുമ്പോൾ ഇപ്പോൾ ഗേറ്റ് അടയ്ക്കണം, അതൊരു പുതിയ റൊട്ടീനും കൂടിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി. കാറൊക്കെ നമ്മുടെ പറമ്പിൽ അങ്ങ് മാറിയാണ് ഇട്ടിരിക്കുന്നത്, കാരണം കോൺക്രീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇനി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം കേട്ടോ. ഇന്ന് മെയ് 11 ഞായറാഴ്ച. അതെ, ഞങ്ങൾ രാവിലെ എൻ്റെ വീട്ടിലുള്ള ഇടവകപ്പള്ളിയിലേക്കാണ് പോണേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ്. മെയ് 14 ഓർമ്മ. മരിച്ച ഡേറ്റ് 11 ഞായറാഴ്ചയാണ് കുർബാന ചെല്ലിക്കുന്നത്. അപ്പോൾ വീട്ടിൽ അവിടെ പള്ളിയിൽ പോയി കുർബാനയിലൊക്കെ പങ്കെടുത്ത് അനന്തയൊക്കെ ചെല്ലിച്ച് എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണവും കഴിഞ്ഞ് മടങ്ങാനാണ് ഇരിക്കണത്. ഭക്ഷണവും കഴിഞ്ഞ് കുറച്ചു നേരം നർമ്മ സല്ലാപങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഞങ്ങൾ പിരിയും. അപ്പൊ പിന്നാലെ അതിന്റെ ചെറിയ ക്ലിപ്പിങ്ങുകളൊക്കെ കാണിക്കാം നിങ്ങളെ കേട്ടോ. 2004 അപ്പച്ചൻ മരിച്ച കൃത്യം 25 വർഷമായി. 25ആയില്ലേ ഇപ്പൊ? 2004 25 വർഷമായില്ല കേട്ടോ. 21 കേട്ടോ, 21 വർഷമായി. ഓക്കെ, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. പണിയുടെ ആണോ? ക്ഷീണം നന്നായിട്ടുണ്ട്, ശാരീരിക ക്ഷീണം. മുഖത്തിൽ മേക്കപ്പ് ചെയ്ത് പോയി എനിക്ക് കുറെ താമസമുണ്ട്. മേക്കപ്പ് ഇടുന്നതാണോ? മേക്കപ്പ് ചെയ്ത് ക്ഷീണം മാറ്റാൻ താമസം ഉണ്ടെന്ന്. റെസ്റ്റ് ചെയ്യണം ഇനി. തിക്കരപ്പള്ളി. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അമ്മ വീട്ടിലേക്കുള്ള യാത്ര എനിക്കും എപ്പോഴും ഹരം പകരുന്ന ഒന്നാണ്. എന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണ് അല്ലേ. സ്വന്തം അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് അവർക്ക് എപ്പോഴും. അതായത് ഗൃഹാതുരത്വം. എനിക്കും അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി നമ്മുടേക്കാളും കുറച്ചും കൂടി ഒരു നാടൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഏരിയയും ഒക്കെ. ഇത് കളപ്പയറല്ലേ? കളപ്പയർ. ഇത് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാ. തോട്ടത്തില് കളപ്പയറായിട്ടിരുന്നത് വേറെ കള കയറാതിരിക്കാൻ. 1 2 ഇതുകൊണ്ട് കാട് പിടിക്കാതിരിക്കാൻ ഈ സാധനം അങ്ങ് പടരും. പിന്നെ ഇതിന് എന്തോ റബ്ബറുമായിട്ട് എന്തോ ഒരു മാനുവറിങ് ഇതുണ്ട്. ചാച്ചനോട് ചോദിച്ചെന്ന് പറഞ്ഞു തരും. എനിക്ക് കള കയറാതിരിക്കാൻ എന്നാലും ഇത് പടർന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല. ഇതിനൊരു കുഴപ്പമില്ല, ഈ പാമ്പുകൾ ഇതിനടിയില് അതുണ്ടാവും, നമുക്ക് വേണ്ട. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടോ. അപ്പോൾ അപ്പയാണ് ഡ്രൈവ് ചെയ്തത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, പള്ളിയിൽ കയറാനായിട്ട് ഒരുമിച്ച് കയറാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി പള്ളിയിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനൊന്നും ഇല്ല, കാരണം നമുക്ക് അവിടെ പ്രെയർ നടക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം
നമ്മളിതേ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അമ്മയുടെ ബ്രദറിൻ്റെ മോനുമാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പം അപ്പം എന്തോ കാര്യമായിട്ട് വിശേഷങ്ങൾ പറയുന്നുണ്ട് ഋത്വിക്കിൻ്റെ അടുത്ത്. അപ്പം അമ്മ വരേണ്ട സമയം ആയിട്ടില്ല. അമ്മയ്ക്ക് ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് പേരോട് പറയാനുണ്ട്. അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ. പിന്നെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ, ക്യാമറ മീൻസ് ഫോൺ ഉണ്ടെങ്കിൽ, ഫോണാണ് ഇപ്പം എൻ്റെ മെയിൻ ക്യാമറയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനതെങ്ങനെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയേയില്ല. അവിടെയാണെങ്കിൽ നല്ല ഫെർട്ടൈൽ സോയിൽ ആയതുകൊണ്ട് എപ്പോഴും നല്ല കണ്ണിന് ആനന്ദം പകരുന്ന ഒരുപാട് നല്ല മനോഹരമായ നല്ല വിളവ് തരുന്ന കൃഷി എപ്പോഴും ഉണ്ടാവും അവിടെ. ഇതെനിക്ക് തോന്നുന്നു ഏത്തവാഴയാണ് നട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ കൊല വന്ന് കഴിയുമ്പോൾ കാണാം. പിന്നെ ഒരു ഒക്ടോബർ സമയത്തൊക്കെ വരുമ്പോൾ ഒരു കുർബാനയ്ക്ക് വരും. അതിനു മുന്നേ നമ്മൾ വരും എങ്കിലും ആ സമയത്തൊക്കെ കൊല ഇങ്ങനെ വന്ന് കിടക്കുന്ന കാണാം. അപ്പോഴും നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ അമ്മ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വരവാണിതേ. ചീര നല്ല രസം അല്ലേ? ചീര നല്ല രസം. അപ്പം അമ്മ ഭയങ്കര ത്രിൽഡാണ്. കാരണം അമ്മേനെ കുറേ നാൾ കൂടി ഒരു ചേച്ചി കണ്ടപ്പോൾ പറഞ്ഞു ഇത്രേ പഴയ സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ അമ്മയ്ക്ക് ഉണ്ടെന്ന്. പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വണ്ടി എടുത്തു. അപ്പോൾ വിശേഷ വർത്താനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് നേരം വൈകിയായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഇനി നേരെ അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇത്തവണ അപ്പയും തന്നെയാണ് ഡ്രൈവ് ചെയ്തത് കേട്ടോ. കാരണം ഞാൻ ഇത്തവണ വീഡിയോയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാൽ റിട്ടേൺ ട്രിപ്സൊക്കെ ഞാനാണ് ഡ്രൈവ് ചെയ്യാറ്. പിന്നെ ഇതങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ലല്ലോ, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ. അങ്ങനെ അമ്മാച്ചൻ്റെ വീട്ടിലേക്കുള്ള പുറപ്പാട്. പൈനാപ്പിൾ തോട്ടം നല്ല രസമല്ലേ? നല്ല ഒന്നാന്തരം ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന നല്ല ഷെയ്ഡ് കിട്ടും. നല്ല ഗേറ്റ് നല്ലതാട്ടോ. അപ്പോൾ അമ്മാച്ചൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്കാണ് കടന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വർത്താനമൊക്കെ പറയാം, അല്ലെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുശലം പറയാം എന്ന് കരുതി ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് കടന്നു. കണ്ട വിഭവസമൃദ്ധമായ ഹൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ എക്സ്ക്ലമേഷൻ ഇട്ടിട്ട് തന്നെ പറയാം. കാരണം ഹൈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അപ്പം, പൊറോട്ട, തൊട്ടടുത്തുള്ള ഒരു കാസറോൾ കണ്ടില്ല, ആ കാസറോൾ നിറച്ച് പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട എനിക്കിഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മാച്ചൻ എപ്പോഴും പൊറോട്ട വെക്കാറുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്. അതേയുണ്ട് ആ കാസറോൾ നിറയെ പൊറോട്ടയാണ്. അപ്പം ഉണ്ടായിരുന്നു, പിന്നെ വെജ് കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ദേ ആ പലഹാരങ്ങൾ ക്യാരറ്റ് കേക്ക്, പഴം, എള്ളുണ്ടയുടെ നമ്മുടെ പരന്നിരിക്കുന്ന ടൈപ്പ് എള്ളുണ്ട്. അതൊരു സ്പെഷ്യൽ പലഹാരമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഗസ്റ്റിനൊക്കെ എടുത്ത് വെക്കാൻ നല്ല അട്രാക്റ്റീവാണ്. അതുപോലെ ഈ കോഫി മഗ് ഞാൻ എപ്പോഴും പറയും ഭയങ്കര രസമാണ്. കാപ്പി കുടിക്കാൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് കോഫി മഗ്ഗാണെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒപ്പം അമ്മ പറയാറുള്ളത് പോലെ നർമ്മസല്ലാപങ്ങളും. എനിക്ക് പൊറോട്ട ഇഷ്ടമാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെൽകൃഷിയും കൊയ്ത്തും ഒക്കെയുള്ള വളരെ ശാന്തസുന്ദരമായ ഒരു പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുപോലെ ആറ്റക്കിളികൾ വന്നിട്ട് കൂടുകൂട്ടും കേട്ടോ. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ പുതിയ സ്ഥലം തേടി പോകുമ്പോഴേക്കും ഈ പഴയ കൂട് തന്നെ താഴെ വീണ് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോഴേക്കും അവർ പുതിയ സ്ഥലം തേടി ഓൾറെഡി പോയിട്ടുണ്ടാവും. അവരങ്ങനെ ഒരു കൂട്ടിൽ കുറേ നാളൊന്നും സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അവർ തന്നെയാണ് അത് ഉണ്ടാക്കണത്. കുറേ നാൾ കഴിയുമ്പോൾ അവർ തന്നെ അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ കൂട് മുഴുവനും താഴേക്ക് വീഴും. അപ്പോൾ ഞാൻ ഋതിക്കും കൂടി ഇത് പെറുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. സാധാരണ വൈകുന്നേരമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് പെറുക്കാനായിട്ട് പോകുന്നത്. നല്ല ഒരു വൈബാണ് വൈകുന്നേരം എന്ന് പറയുമ്പോൾ. ഇത് കുറച്ച് ഉച്ച സമയം ആയതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇച്ചിരി പാടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. കണ്ടോ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്നാണ് ഞാനിത് എടുത്തതെങ്കിലും അവരുടെ കുഞ്ഞ് ആ ശബ്ദം കേൾക്കാം. നല്ല രസമാണ് അത് കേൾക്കാൻ തന്നെ. ഇത് കണ്ടോ, സിംഗിളായിട്ടുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്, അങ്ങനെ നല്ല രസകരമായിട്ടുള്ളതും കൗതുകമുള്ള ഒരു കാഴ്ചയാണത്. ഈ ആറ്റക്കിളിക്കൂടെ അവർ എന്തോരം ടൈം എടുത്തിട്ടാണല്ലേ അത് അവർ പല സ്ഥലത്തുനിന്ന് അതിനുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പരുവത്തിൽ നെയ്തെടുക്കുന്നത്. ഒരുപാട് ടൈം എടുത്തിട്ടാണ്. പക്ഷേ അവർ കുറച്ച് നാൾ അതിൽ താമസിച്ചിട്ട് പിന്നെ വേറെ സ്ഥലം തേടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂടിങ്ങനെ വെറുതെ ആവും. കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ നിലത്തേക്ക് വീഴും.
അപ്പോൾ അത് നമ്മൾ പെറുക്കിയിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി നമ്മൾ അതേപോലെ സൂക്ഷിച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിടും. വീണ്ടും അതിൽ കിളികൾ വന്ന് താമസിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. ഓ സോ ബിഗ്. ഇവിടെ കുറേ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നിലത്ത് വീണ് കിടക്കണ്. ഓ ഭയങ്കര ബിഗ്. ഇവിടെ അതുപോലെ തന്നെ കിടക്കണ കേട്ടോ ഒരെണ്ണം. ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ കാലാവധിയൊക്കെ കഴിഞ്ഞ് അവർ ഉപേക്ഷിച്ചിട്ട് പോയ ആ കൂടുകൾ നിലത്ത് വീണ് കിടക്കില്ലേ, അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കുക കേട്ടോ. താമരക്കോഴി പോലെ ഉണ്ട്, ഇപ്പൊ കാണുന്നില്ല, അത് താഴ്ന്നിരിക്കുക. ഉണ്ട്, അത് കൊയ്ത്ത് കഴിയുന്ന പാടത്തിലാന്ന് തോന്നുന്നത് അത് വരുന്നേ. ഇപ്പൊ കാണുന്നില്ല. ഈ പൂ നല്ല രസം. അവിടെയുണ്ട് ആഞ്ഞിലിച്ചക്കയൊക്കെ. ആഞ്ഞിലിച്ചക്ക ഒരുമാതിരിപ്പെട്ട എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ഞിലിച്ചക്ക ഇങ്ങനെ ആഞ്ഞിലി മരത്തിൽ നിറയെ ഉണ്ടായി കിടക്കുന്ന ആ ഒരു കാഴ്ച നല്ല ഭംഗിയാണ്. അതങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നതും അല്ലല്ലോ. അതുകൊണ്ട് ഒത്തിരി കാണാം ആ കാഴ്ച. കണ്ടോ, അതേ കുറേ കിട്ടി ഞങ്ങൾക്ക്. ഇത് റെഡ് ആണോ? ഓ, കുറച്ച് കഴിയുമ്പോ റെഡായി മാറൂല്ലേ? ഈ സ്കൂൾ പിള്ളേരെ ഇവിടെ വന്നപ്പോ റെഡായിക്കണില്ലേ? ആ പുഴുണ്ട്. ഭയങ്കര മധുരം ആണോ? അയ്യോ, അവിടെ ഉണ്ട്, വീട്ടിലുണ്ടെങ്കിലും. പക്ഷെ അത് പുഴുവാ. ബിജുചാച്ചന്റെ ഒക്കെ അടുത്തേ അവിടെ ഇങ്ങനെ ഉള്ളതിന് പുഴുവാ. ആ, അതടച്ചോ. ഇത് അവിടെ ഫ്രണ്ട് വെക്കാം. ഞാനിരിക്കുന്നിടത്ത് വെക്കാം. ദേ ഈ സ്പെഷ്യൽ എള്ളുണ്ട ഞാൻ അടിച്ചു മാറ്റി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നോബിചാച്ചയുടെ വീട്ടിലാണ്. അതായത് അമ്മയുടെ അപ്പച്ചൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ആ, അമ്മേന്റെ മുടി ഇങ്ങനെ കെട്ടിവെച്ച്. ആ, ഇത്ര മനോഹരായിട്ടുള്ളത് കാണുമ്പോ എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. മതി മതി, താങ്ക് യു. ഞാൻ എടുത്താ. എനിക്ക് ഒരുപാട് വേണ്ട, ഇത്ര മതി, ഇത്ര മതി. അത് സീന ആന്റിയോട് പറഞ്ഞാൽ മതി എന്നാ. അമ്മയുടെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോനാണ് നോബിചാച്ച. നോബിചാച്ചയും ഫാമിലി ഉണ്ടായിരുന്നു, സീനാൻറ്റി മോനൂട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ, ഒരുപാട് കൃഷികളുണ്ട്. അത് ഏറെക്കുറെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. റംബൂട്ടാൻ്റെ ഒരു മരമുണ്ട്. അതപ്പോൾ റംബൂട്ടാൻ ഇപ്പോൾ ഉണ്ടാവണ ആ ഒരു ടൈമാണല്ലോ, ജൂണൊക്കെ ആകുമ്പോഴാണ് പഴുക്കുന്നത്. അപ്പോഴും നമ്മുടെ വീട്ടിലെത്തും കേട്ടോ. 2 സ്ഥലത്തു നിന്നും, അമ്മയുടെ ബ്രദർ അതായത് അമ്മാച്ചൻ്റെ വീട്ടിൽ നിന്നും പിന്നെ നോബിചാച്ചയുടെ വീട്ടിൽ നിന്നും ഒക്കെ നമുക്ക് റംബൂട്ടാൻ എത്താറുണ്ട്. നല്ല ജ്യൂസാണ് ഈ നാരങ്ങയുടെ. നമ്മൾ അന്ന് നോച്ചാച്ച കൊണ്ടുവന്നേ അന്ന് നല്ല ചൂടുള്ള സമയമായതുകൊണ്ടേ നല്ലോണം നാരങ്ങ പിഴിഞ്ഞ് കുടിച്ച്. ദേ നമ്മുടെ വിളവ്. ഇത് നമ്മളാ കൊണ്ടുപോകുന്നേ അല്ലേ? ആ, അതെ അതെ അതെ, നല്ല രസമായിട്ടിരിക്കുന്നു. ചൈനീസ് ഓറഞ്ച് അല്ലേ? വേറെ എന്തെങ്കിലും പേരുണ്ടോ നോച്ചാച്ച? ചൈനീസ് ഓറഞ്ച് തന്നെയാണ്. അങ്ങനെയല്ലേ? ഇത് മതി നോച്ചാച്ച, ധാരാളം മതി. ആ, അപ്പുറത്തൊക്കെ കിടപ്പുണ്ട്. വെയിലായത് കാരണമാണ് അതിന് നമ്മൾ കാണാൻ. ആ, ഇത് നോച്ചാച്ചയുടെ വെണ്ട കൃഷി നല്ല ഭംഗിയായിട്ട് നിൽക്കണം. നാടൻ വെണ്ടയാണോ നോച്ചാച്ചേ? ആ ആ ആ. ദേ ഇത് കണ്ടോ, പുല്ല് പിടിക്കാതിരിക്കാനായിട്ട് ഈ ഗ്രോ ബാഗുകളെല്ലാം വെച്ചിരിക്കുന്ന ഷീറ്റ്. അതിൻ്റെ പേര് വീഡ് ഷീറ്റ് എന്നാണ്, VEED. അതൊരു നല്ല പരിപാടി കേട്ടോ. നല്ല ഭംഗിയാണോ അതിലെ? വെണ്ട 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 വെണ്ടതേ അവിടെ നോച്ചാച്ച ഒരു സെപ്പറേറ്റ് വഴി ഒരുക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് പേരയ്ക്കാം. അയ്യോ എന്റെ ദൈവമേ, നല്ല രസമാണ്. നല്ല കടും മധുര കേട്ടോ നോച്ചാച്ച. ഇതിന് കടും മധുര. ഞാൻ അന്നേ
നോച്ചാച്ച പേരക്ക കൊണ്ടുവന്നപ്പോ ഒറ്റ ഇരിപ്പിനെ മൊത്തം തീർത്തു. ഇത് ചെറുതാണെങ്കിലും ഉണ്ടല്ലോ വളരെ ടേസ്റ്റി. നല്ല രുചിയാ. ഞാൻ ഒറ്റ ഇരിപ്പിനെ തീർത്തു നോച്ചാച്ച. ഇത് നാടൻ അതേ ആ പേര ഒറ്റ ഇരിപ്പിനെ തീർത്തു നോച്ചാച്ച. അത് അന്ന് കൊണ്ടുവന്നില്ലേ? അല്ല ഇത് അധികം മുഴുപ്പില്ല, നല്ല ടേസ്റ്റി അത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കുറച്ച് വൈകി എടുത്തേ, പക്ഷെ അതിനു മുമ്പ് ഞാൻ പകുതി തീർത്തു. എന്നിട്ട് പപ്പായ ഉണ്ടേ, മതി നോച്ചാച്ച മതി. വീഡ് മാറ്റ് അല്ലേ, പുല്ല് വരില്ല അല്ലേ? ആ ഭംഗിയായിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ടാ വെയില്. ഇതെല്ലാം അടീനിയ പൂക്കളാ അല്ലേ? നല്ലായിട്ടുണ്ട് ഇതിന്റെ പൂ ഇങ്ങനെ. ഇത് വേനൽക്കാലത്തുള്ള പൂവാന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് മതി അല്ലേ? ആ അതാണ് മറ്റേ ബോഗെയിൻ വില്ലയൊക്കെ പോലെ വേനൽക്കാലത്ത് വളരണ. നല്ല രസമുണ്ട്. പൂക്കൾ അത് ഏത് നിറത്തിലുള്ളതാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്സ് തരുന്നതാണ് അല്ലേ? പ്രത്യേകിച്ചും ഇതുപോലെ കടും നിറങ്ങളിലുള്ളവയാണെങ്കിൽ. ഇതൊരു 3 വർഷം നിൽക്കുന്നത്. പണി കഴിഞ്ഞാൽ ചെയ്യാം. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് വണ്ടി കയറ്റാൻ മേല അങ്ങോട്ട്. വഴിയിൽ കോൺക്രീറ്റ് സൈഡൊക്കെ ശരിയാക്കി. എന്തോ ഒരു സാധനങ്ങളാ നോച്ചാച്ച. അതേ കപ്പങ്ങ, ചൈനീസ് ഓറഞ്ച്, കപ്പളങ്ങ 2 ഉണ്ടല്ലേ വലുതാ. ഇപ്പൊ പിടിക്കാവേ. പേരക്ക, അത് ഓറഞ്ച് ഞാൻ പിടിച്ചു. എന്നാ മണം, ഫ്രഷ് നല്ല ഓറഞ്ചാ. നമുക്ക് ചെന്ന ഉടനെ പിഴിഞ്ഞു കുടിക്കാം. നല്ല കുഴച്ചൊക്കെയാണല്ലോ നല്ലതാ. അതിന്റെ അകത്തുള്ള പരുവ് എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഒരു 2 ആഴ്ച കഴിയുമ്പോ വീണ്ടും വിളിക്കാം. ഞങ്ങൾ വന്നില്ലെങ്കിൽ ഒരു ദിവസം കാറുകൊണ്ട് എന്നാക്കിയാ അമ്മ പറയുന്നത്? ചൂടല്ലേ? ചൂടല്ല, അതുകൊണ്ടല്ല. വേറെ ഒരെണ്ണം ഇട്ടപ്പോ ലൂസ്, ഒരെണ്ണം ഇട്ടപ്പോ ഇരുത്താം. അപ്പൊ ചാച്ചാ പോവാ കേട്ടാ. ടാറ്റാ പോവാണ്. ആ ഇറങ്ങ. നമ്മൾ തിരിച്ചു പോരുന്ന വഴി ഒരു ബേക്കറിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാന്നറിയോ? സോഡ മേടിക്കാൻ. ആ നോച്ചാച്ചയുടെ ചൈനീസ് ഓറഞ്ച് കിട്ടിയല്ലോ, അപ്പോൾ സോഡ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് അങ്ങ് റിഫ്രഷ് ആവാൻ. ദേ നല്ല ചൂടാ. കിട്ടിയോ? ചൈനീസ് ഓറഞ്ച് പിഴിഞ്ഞ് കുടിക്കാം. വലിയ സോഡ കുപ്പിയാണ്. 1.5 ലിറ്റർ 35 റുപ്പീസ്. ഇന്ന് തകർക്കും നമ്മള്. ആദ്യം ചെല്ലുമ്പോ പിഴിഞ്ഞോ. ഞാൻ എന്നത്തേനും ചോറ് റെഡിയാക്കാം, കറി റെഡിയാ. അങ്ങനെ നമ്മള് വീടെത്തി. ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. താക്കോല അതിലാണോ? ഗേറ്റ് ഒക്കെ വന്നപ്പോ അത് മറന്നുപോയി നമ്മളല്ലേ. പുതിയ അഡീഷൻസ് വരുമ്പോ പെട്ടെന്ന് ഓർക്കൂല. അപ്പയുടെ കാറിന്റെ താക്കോലി നിവർത്തിന്റെ ഗേറ്റ് തുറന്നു. ബാക്കി സാമാനങ്ങൾ എന്നിട്ട് എടുക്കാം. ഓടിയാ പോണേ, കാരണം സമയം ഇപ്പോൾ. അതിലിട്ടോ താഴെ അമ്മയ്ക്ക് തന്നു. താഴെ എങ്ങനെ എനിക്ക് തന്നതാ? താക്കോലല്ലേ തന്നേക്കണേ? താഴെ തന്നു. താഴെ അപ്പയ്ക്ക് കൂടും. അപ്പം വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കണ്ടില്ല. അപ്പ വന്നു. അപ്പ കുറെ പപ്പായൊക്കെ പെടയില്ല. അങ്ങനെ വിജയകരമായിട്ട് ഇവിടെ എത്തി. ഒരു കവറിൽ 2 പപ്പായ, ചാമ്പങ്ങ, പിന്നെ എള്ളുണ്ട, ഓറഞ്ച്, എള്ളുണ്ട, പേരയ്ക്ക, ഇതെല്ലാം കൂടാതെ 2 ദിവസം മുമ്പ് അവര് വന്നപ്പോ കൊണ്ടുവന്ന 1 കെട്ട് അവല് തന്നായിരുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇടിച്ചോണ്ട് വന്നപ്പോ ഇതിലെ വന്നു. പിന്നെ കാണിക്കാറ്. സമയമില്ല, വൈകുന്നേരം. അപ്പൊ ഹാഫ് ഡേ സ്പെൻഡ് വെൽ വിത്ത് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഓക്കെ, ബൈ ബൈ. നല്ല ദാഹത്തോടു കൂടിയാണ് വീട്ടിലെത്തിയത്. കാരണം പുറത്ത് നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലല്ലേ ഈ ഓറഞ്ചസ് ഇരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഈ ഓറഞ്ച് ആദ്യം പിഴിഞ്ഞ്
കുറച്ച് ജ്യൂസ് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് അധികം നേരം അങ്ങനെ വെക്കരുത്, ഫ്രഷായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്രഷായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി സോഡയൊക്കെ ഒഴിച്ച് കുടിച്ചു. നല്ല റിഫ്രഷിങ് ടേസ്റ്റ് ആയിരുന്നു. അത് കുടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. മറ്റേ മേടിക്കുന്ന നാരങ്ങ പോലെ അല്ല കേട്ടോ, ഒരു പ്രത്യേക ഒരു സുഖമാണ് അത് കുടിച്ച് കഴിയുമ്പോൾ. നല്ല രസമാണ്. പറ്റുന്നുള്ളവരെല്ലാവരും ഈ ചൈനീസ് ഓറഞ്ചിൻ്റെ തൈ മേടിച്ച് നടന്നത് നല്ലതാണേ. പിടിക്കണ്ട, അതിന് പിടിക്കണ്ട, ഹൈറ്റ് ഉണ്ടെങ്കിൽ വിട്ടെ, പിടിക്കാൻ കയറാൻ പറ്റില്ല. ഹൈറ്റ് ഉണ്ടെങ്കിൽ മറ്റേലേ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവനെ കെട്ടിത്തൂക്കുവാണ്. ഇത് തന്നെ നിലത്തേക്ക് വീണതാട്ടോ. ഞങ്ങളുടെ മോനെ ഉള്ളങ്ങടെ ചെന്ന് അവിടെ ചെന്ന് നോബിയാണ് സാധാരണ. കിളികളും എല്ലാം വന്ന് കൂട് കേറുമോ നോക്കാം. കലം കെട്ടി തൂക്കിയായിരുന്നു, ഞാൻ അയച്ചതാ ഇതിനു വേണ്ടി പണിയാൻ നേരത്ത്. ആണോ? ആ ഹോളിട്ട കിളികൾ ഇനി വരുമോന്ന് നോക്കാം. പോരെ, എല്ലാ സാധനവും മുമ്പിൽ നിക്കുവാ. അതെ, എല്ലാം ഇന്ന് പോയടത്തുനിന്ന് വന്നതാ. എല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാ. പേരയ്ക്കൊക്കെ പകുതിയായി കേട്ടോ. ഇലയൊക്കെ പിച്ചിക്കറി മാറ്റി ഞാൻ അതിൽ നിന്ന് ഇലയോട് കൂടി. നിങ്ങൾ വീഡിയോയിൽ വന്നിട്ടുണ്ട് അത്. അതെ, എടുത്തിട്ടില്ലേ അത്? എല്ലാ വർഷവും നെൽകൃഷി കഴിയുമ്പോ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു സംഗതി. അതെ, അവലിടിച്ചതാ, ഒരുപാടുണ്ട് ഇത്. അത് എല്ലാ വർഷവും കൊണ്ടുവന്നത്. ഈ പാറ്റിപ്പറക്കി ശരിയാക്കാനുണ്ട്. കാണിച്ചു തരാം. അമ്മയുടെ ആങ്ങള ഇവിടെ കൊണ്ടുവന്നതാ അവര് രണ്ടുപേരും കൂടെ. അതെ 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 അതെ, എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട്. രണ്ടുപേരും കൂടെ ഇവിടെ ഇടിച്ചു കഴിഞ്ഞ് വന്നപ്പോ കൊണ്ടുവന്നതാണ്. ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച പടിയായതുകൊണ്ട് അതില് പൊടികളൊക്കെ ഉണ്ടാവും. ഈ മുറത്തിലിട്ട് പാറ്റി വൃത്തിയാക്കി വെച്ച് ഇതില് വലിയ ഉരുളിച്ചട്ടിയിലൊന്ന് ചൂടാക്കണം. അല്ലെങ്കിൽ വെച്ചിരിക്കാൻ പറ്റൂല, കുറച്ച് കഴിയുമ്പോ പൂപ്പില് കയറും. ചൂടാക്കി വെച്ച് തണുത്ത് കഴിയുമ്പോ കണ്ടെയ്നറിലാക്കി വെക്കണം. പിന്നെ 1-2 പേർക്കൊക്കെ ഇത് ചെയ്യാനുണ്ട്, അവർക്കൊക്കെ ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഏതാണതേ നല്ല ഒന്നാന്തര അവല്. അതെ, പാലിരിപ്പുണ്ടോ? പിന്നെ ഇച്ചിരി അവിൽ മിൽക്ക് ഉണ്ടാക്കാം ഇപ്പൊ തന്നെ. അവിൽ മിൽക്കിന് ബെസ്റ്റാ. ഫ്രഷ് അവലാവുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കാൻ. ഇച്ചിരി ഒന്ന് ചൂടാക്കിയിട്ട് ഉണ്ടാക്കാം. അവിൽ മിൽക്കിന് ഇത്ര മതി മതി മതി, കുതിരും അല്ലെങ്കിൽ. അപ്പൊ ഇത് സെറ്റാക്കി വെക്കുകയാണ്. ഇതോടുകൂടി അമ്മയുടെ ഹോം വ്ളോഗ് ഇന്ന് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ. അങ്ങനെ മനോഹരമായൊരു ദിവസം അവസാനിച്ചു. ഇനി നാളെ കാണാം.